ഹലോ, ഇത് അതിരാവിലെ കേട്ടോ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോവുകയാണേ. ചേച്ചീൻ്റെ വീട്ടിലാട്ടോ ഞങ്ങളെല്ലാവരും നിന്നത്. കാരണം കല്യാണ വീട്ടിൽ കുറേ ആളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ചേച്ചീൻ്റെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും നിന്നത്. എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെയും കാറിൽ പെറുക്കിയെടുത്ത് ഞങ്ങളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ കണ്ടതോടെ മാമി അതാ ഓടുന്ന. ഇന്നാണ് കേട്ടോ കല്യാണത്തിൻ്റെ തലേ ദിവസം. അപ്പോൾ ഇവിടെ പന്തലിൽ കുറേ ആളുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഓരോരുത്തരും ഓരോ പണിയിലാണ്. ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ കേട്ടോ. ഗുഡ് മോർണിംഗ്. കണ്ടില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കണോ? ആഹാ, രാവിലെ തന്നെ തട്ടി വിടുക കേട്ടോ. അടിപൊളിയാ, സൂപ്പർ. ചിക്കൻ പൊരിച്ച് കഴിഞ്ഞില്ല, ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോ. ഇത് രാവിലത്തെ. ആ ഞാൻ അടുത്തുണ്ടോട്ടെ. പാർട്സ് കറി അടിച്ച് സൂപ്പർ. തലേ ദിവസം വെച്ച ചോറായതുകൊണ്ട് അത് പുഴുക്കിൻ്റെ കൂടെ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പുഴുക്കിൻ്റെ കൂടെ പാർട്സ് കറിയാണ് രാവിലത്തെ. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ പുഴുക്കും അതേപോലെ തന്നെ ഈ പാർട്സിൻ്റെ കറിയും. ഇതാ തനു ഉണ്ട്, അയനൂട്ടുണ്ട്, ധോനിയുണ്ട്. ഇതാ എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ പന്തലിൽ. ഈ വരുന്നത് വൃന്ദക്കുട്ടീൻ്റെ ബ്യൂട്ടീഷ്യനാണ്. ആൾ നേരത്തെ വന്നിട്ടുണ്ട്. കല്യാണത്തിൻ്റെയും പാർട്ടിയുടെയും പിന്നെ അവിടുത്തെ റിസപ്ഷൻ്റെയും മേക്കപ്പ് ഒക്കെ ഒരാളാട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് പന്തലിലേക്കൊന്ന് പോയി നോക്കേ എന്തൊക്കെയാണ് അന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ പാർട്ടി തുടങ്ങാനാവുന്നേ ഉള്ളൂ കേട്ടോ. പൊറാട്ടയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതാ ഞാനൊക്കെ പുറപ്പെട്ട് വരികയാണ്. ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് പുറപ്പെടുന്നത്. അവിടുന്ന് അതിനുള്ള സൗകര്യം ഇല്ലാത്തതിനെ കൊണ്ട് കുറേ ആളുണ്ടല്ലോ. അപ്പോൾ സൗകര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങളെല്ലാവരും പുറപ്പെട്ട് വരികയാണ്. പൊറാട്ട അതാ എത്രണ്ണാ നോക്കി പൊറാട്ട അടിച്ചിടുന്നത്. കാരണം എന്ത് ഫുഡ് ഉണ്ടെങ്കിലും എല്ലാവരും നോട്ട പൊറാട്ടയിലേക്കായിരിക്കും. അതുകൊണ്ട് പൊറാട്ട വേഗം തീരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കപ്പുണ്ട്, ബിരിയാണി ഉണ്ട്, അതേപോലെ മീൻകറി ഉണ്ട്, കുറുമുണ്ട്. പൊറാട്ട കണ്ടപ്പോൾ ഞാൻ ഒരു പൊറാട്ട എടുത്ത് കഴിച്ചിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരം എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാമല്ലോ വിചാരിച്ച് ഞാൻ പൊറാട്ട കഴിച്ചു. ഈ നിൽക്കുന്ന മഞ്ഞക്കിളികളൊക്കെ മാമീൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ കേട്ടോ. അപ്പോൾ 2 ആങ്ങളമാരുണ്ട്, അവരുടെ ഭാര്യമാരാണ് കാണുന്നത്. പിന്നെ അതെൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തീൻ്റെ മക്കൾ. പിന്നെ അതാ ഈ ഇരിക്കുന്നതിൻ്റെ ചേച്ചി, മൂത്ത ചേച്ചിയാണ്. ഫാമിലി കുറേ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒത്തുകൂടുന്ന സമയം വളരെ കുറവാട്ടോ. ഇങ്ങനത്തെ കല്യാണത്തിന് മാത്രമേ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കാറുള്ളൂ എല്ലാവരുമായിട്ട്. ഇതാണേ കല്യാണപ്പെണ്ണ് ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങൾ എന്താ പറയുക 3 പെൺപടകൾ, അതായത് എൻ്റെ ചേച്ചിമാരാട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പിന്നെ കുറച്ച് യോയോ കളിക്കാന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഈ ബാക്കിലിരിക്കുന്ന 2 എൻ്റെ ചേച്ചിമാരെ മക്കളാട്ടോ. ഇനി അവർ പറയും അയ്യോ ചിറ്റി ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞൂടെ, ഞങ്ങളാണ് ചേച്ചിമാരെന്ന് വിചാരിക്കും മറ്റുള്ളവരെന്ന് പറഞ്ഞു. നമ്മൾ അമ്മു സുധാ തനൂട്ടിന് ചോറും എടുക്കുകയാണേ. പിന്നെ അമ്മമ്മൻ്റെ അടുത്ത് സന്ധ്യ കഴിഞ്ഞപ്പോൾ അതാ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. അതായത് കല്യാണത്തിന് ഇടാനുള്ള സാരിയും ഫാൻസി ഐറ്റംസും എല്ലാം ആയിട്ടാണ് കേട്ടോ അവർ വന്നത്. അപ്പോൾ ഇനി അവരെ സൽക്കരിക്കാനുണ്ടേ. അത് കഴിഞ്ഞപ്പോൾ നൈനോട്ട് ഇതാ അമ്മ എനിക്ക് വിശക്കുന്ന പൊറാട്ട വേണമെന്ന് പറഞ്ഞിട്ട് പൊറാട്ട കഴിക്കാൻ പോയത് കേട്ടോ. ആളവിടെ ഇരുന്ന് കഴിക്കൊന്നുമില്ല, ഇങ്ങനെ നടക്കത്താലെ കഴിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ അവൾ തന്നെ പോയി ഒരു പൊറാട്ട എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ തിരക്ക് കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലെ കലാപരിപാടികൾ തുടങ്ങാറായി കേട്ടോ. ഈ ചേട്ടൻ നല്ലോണം പാട്ട് പാടിയിട്ടുണ്ടേ. പക്ഷേ കോപ്പിറൈറ്റ് പേടിച്ച് ഞാൻ ഈ പാട്ട് ഡിലീറ്റ് ചെയ്ത് ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നേ. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടിയതിനെ കൊണ്ട് ഞാൻ പാട്ടും ഡാൻസൊക്കെ ഒഴിവാക്കുന്നത്. അതിൻ്റെ അടുത്ത് നമ്മൾ പെണ്ണിൻ്റെ വകയൊരു ഡാൻസാണ്. 2-3 ദിവസം കൊണ്ട് അവർ പഠിച്ചെടുത്ത ഡാൻസാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ആ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കല്യാണ തലേന്നത്തെ വീഡിയോ.
വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.